തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൃശ്ശൂരിൻ്റെ നിയുക്ത MP സുരേഷ് ഗോപി ദില്ലിയിലേക്ക് പോവുകയാണ്. കുടുംബസമേതമാണ് അദ്ദേഹം പോകുന്നത്. യെസ്, കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും ഇനി മടങ്ങിവരവ്. ഞാൻ അനുസരിക്കുന്നു. എനിക്ക് ഒന്നുമേ അറിയത്തില്ല. കേരളത്തിന്റെ മൊത്തം ഒരു അംബാസിഡർ നിലയിലായിരിക്കും ഈ ഒരു പദവി. അതിപ്പോൾ ഞാൻ MP ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർത്തിക്കുന്ന MP ആയിരിക്കും. അതെൻ്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു 99% യോഗങ്ങളിൽ തൃശ്ശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. അത്രയും ഞാൻ ഒന്ന് എത്തിക്കോട്ടെ. എനിക്കറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. അദ്ദേഹമാണ് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടനെത്താൻ പറഞ്ഞു. 11:30 വീട്ടിലെത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. Sir, how do you feel about the whole thing? You are getting the first chance to be in the cabinet, so let me just cross over this celebration. okay. Then I will talk to you. Okay. The celebration has to go on. It's a people's celebration. So there cannot be hindrances or variation of thoughts. I am obeying my Prime Minister and my Home Minister, my leaders. Is there any information? My national leader. Is there any information about the department? No, just leave this to the office. Okay. Thank you. കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപി അതാ ദില്ലിക്ക്. ശാസ്തമംഗലത്ത് നിന്ന് ദില്ലിയിലേക്ക് തിരികെ എത്തുന്നത് കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും.